അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പോലെ തന്നെ അസാധാരണത്വം നിറഞ്ഞതായിരുന്നു അവിടുത്തെ വിയർപ്പ്. ധാരാളം സ്വഹാബിമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് സുഗന്ധദ്രവ്യമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിച്ചിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവണ്ണം വിയർക്കുമായിരുന്നു. എന്നാൽ അത് സുഗന്ധപൂരിതവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നതുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ച സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിച്ചു. ശരീരത്തിൽ നിന്ന് നല്ലവണ്ണം വിയർപ്പൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ മാതാവ് ഉമ്മു സുലൈം ബീവി ആ വിയർപ്പ് ഒരു കുപ്പിയിൽ വടിച്ച് ശേഖരിക്കാൻ തുടങ്ങി. ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മഹദി പറഞ്ഞു, ഞാൻ അങ്ങയുടെ വിയർപ്പ് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കാൻ അത് ഒരുമിച്ച് കൂട്ടുകയാണ്. കാരണം അത് എല്ലാ സുഗന്ധങ്ങളെയും കവച്ച് വെക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിമളം ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.